ഒരാഴ്ചക്കിടെ 2 മരണം. പുതിയ അസുഖം വെസ്റ്റ് നൈൽ പനി. സംസ്ഥാനത്ത് പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിഗല്ല എന്ന അസുഖം ബാധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഒരാൾ മരിച്ചത്. ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. മഴക്കാലം വന്നതോടുകൂടി പുതിയ അസുഖങ്ങൾ വന്നു തുടങ്ങുകയാണ്. സാധാരണ വൈറൽ ഫീവർ മുതൽ നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത അസുഖങ്ങൾ വരെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്ന ഒരു തരം പനി ബാധിച്ചിരിക്കുകയാണ്. ഈ പനി ബാധിച്ച് ഒരാഴ്ചക്കിടെ 2 പേരാണ് മരിച്ചത്. ആദ്യം മരിച്ചത് പറവൂർ സ്വദേശിനിയായിട്ടുള്ള സരസ്വതി എന്ന് പറയുന്ന സ്ത്രീയാണ്. കഴിഞ്ഞ ദിവസം മരിച്ചത് ആലുവ സ്വദേശിയായ 70 വയസ്സുകാരനായിട്ടുള്ള മുരളീധരനാണ്. എന്താണ് ഈ അസുഖം? ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. 1937 ഉഗാണ്ടയിലാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. ആ ഉഗാണ്ടയിലെ ഒരു ജില്ലയുടെ പേരാണ് വെസ്റ്റ് നൈൽ എന്നുള്ളത്. ആ പേര് തന്നെ ഈ രോഗത്തിനിട്ടു. അതായത് ഉഗാണ്ടയിൽ ഈ അസുഖം സ്ഥിരീകരിച്ച ജില്ലയുടെ പേര് തന്നെ ഈ രോഗത്തിന് പിന്നീട് കൈവരുകയായിരുന്നു. 37 ഓർക്കണം, 1937. പിന്നീട് ഈ രോഗബാധ കാര്യമായി എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഈ രോഗലക്ഷണങ്ങളോടുകൂടി ആളുകൾ വരുന്നെങ്കിലും അങ്ങനെ കാര്യമായി ലോകാരോഗ്യ സംഘടന ഈ അസുഖത്തെ എടുത്തിരുന്നില്ല. പക്ഷേ 1999 അമേരിക്കയിൽ ഈ രോഗം പല അവിടുത്തെ സ്റ്റേറ്റുകളിലായിട്ട് പടർന്നു പിടിച്ചു. അങ്ങനെ ഏതാണ്ട് 51,000 പേർക്ക് 1999 അമേരിക്കയിൽ വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രോഗത്തിന്റെ ഒരു ഗുരുതരാവസ്ഥ, ഇതിന് വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ രോഗത്തിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. കാരണം അത്യപൂർവമായ രോഗമാണ്, വല്ലപ്പോഴുമൊക്കെ ഇത് പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്കുള്ള ഒരു വാക്സിൻ ഇതുവരെ ലോകത്ത് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇത് എങ്ങനെ പടരുന്നു എന്ന് പരിശോധിച്ചാൽ വെള്ളം വഴിയോ ഭക്ഷണം വഴിയോ ഒന്നുമല്ല പകരുന്നത്. ഇത് കൊതുകുകൾ വഴിയാണ് പകരുന്നത്. ക്യൂലെക്സ് എന്ന് പറയുന്ന കൊതുക് കടിയിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഈ രോഗം പടർന്നു പിടിച്ചാൽ 150 ഒരാൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗലക്ഷണം ഉണ്ടാകും. 150 ഒരാൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള രോഗലക്ഷണങ്ങളും മരണവും സംഭവിക്കുക. ഒപ്പം 10 പേരിൽ ഒരാൾക്ക് ഇതിൻ്റെ രോഗം പിടിപെടും. ഈ ക്യൂലെക്സ് കൊതുക് 10 പേരെ കുത്തിയാൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് ഈ രോഗം പിടിപെടാനുള്ള സാധ്യത. ഇനി എന്തെല്ലാമാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. സ്വാഭാവികമായി തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനം ഈ ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഈ പറയുന്ന വൈറസ് ബാധ, ഇതൊരു വൈറസ് ആണ്, അല്ലാതെ ബാക്ടീരിയ അല്ല. ഈ വൈറസിനെ കൊന്നൊടുക്കാനുള്ള ശേഷി ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇതിന് ആശ്വാസകരമായ കാര്യം. അതായത് ക്യൂലെക്സ് കൊതുക് കടിച്ചെങ്കിൽ ഈ വൈറസ് ഒരാളുടെ ശരീരത്തിലേക്ക് കയറിയെങ്കിൽ അയാൾ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണെങ്കിൽ, ആരോഗ്യവതിയായിട്ടുള്ള ഒരാളാണ് എങ്കിൽ അവർക്ക് പേടിക്കേണ്ട അവസരമൊന്നുമില്ല. കാരണം സ്വാഭാവികമായി തന്നെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് ഈ അസുഖത്തെ അല്ലെങ്കിൽ ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള, അതിനെ നശിപ്പിക്കാനുള്ള ശേഷി ഉണ്ട്. അതുകൊണ്ട് ഇതിനെ വലിയൊരു അസുഖമായി കണക്കാക്കേണ്ടതില്ല. എന്നാൽ ഇവിടെ കേരളത്തിൽ 2 മരണം ഒരാഴ്ചക്കിടെ നടന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായും നമുക്ക് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇനി എന്തെല്ലാമാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പരിശോധിച്ചാൽ നിരവധി ലക്ഷണങ്ങളാണുള്ളത്. പ്രധാനമായും ഈ ഒരു വൈറസ്, വെസ്റ്റ് നൈൽ വൈറസ് നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത് എന്നുകൊണ്ട് തന്നെ പല തരത്തിലെ ലക്ഷണങ്ങൾ ഇതിന് ഉണ്ടാകും. അതിലെ ആദ്യത്തേത് പനിയാണ്. പനി നമുക്ക് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി നമ്മൾ എന്താണ് കരുതുന്നത്? സാധാരണ പനിയാണെന്ന് കരുതും, അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ ആണെന്ന് കരുതും. പക്ഷേ ഈ വെസ്റ്റ് നൈൽ പനിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലാബ് പരിശോധനകളിൽ മാത്രമേ ഈ ഒരു അസുഖത്തിൻ്റെ കൃത്യത വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ലക്ഷണങ്ങൾ പലതും കാണിക്കും. അതുകൊണ്ട് ആ ലക്ഷണങ്ങൾക്ക് നമ്മൾ ചികിത്സിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ രോഗം അവിടെ തന്നെ ഉണ്ടാകും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പനിയാണ് ആദ്യത്തെ ലക്ഷണം. പിന്നീട് ക്രമാതീതമായി നമ്മുടെ ശരീര താപനില ഉയർന്നു വരിക, അതായത് ശരീരം ക്രമാതീതമായി ചൂട് ഉയരുക, നമ്മുടെ ശരീര ഊഷ്മാവ് ഉയരുക എന്നതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം.
മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കഴുത്ത് ഇങ്ങനെ സ്റ്റക്കായി പോവുക. നമുക്ക് കഴുത്തിൽ കോച്ചിപ്പിടുത്തം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. കഠിനമായിട്ടുള്ള കഴുത്ത് തിരിക്കാനും പിരിക്കാനും പറ്റാത്ത വിധം കഴുത്ത് കഠിനമായി പോവുക, സ്റ്റിഫായി പോവുക എന്നുള്ളതാണ് ഒരു ലക്ഷണം. പിന്നീട് പെരുമാറ്റ വൈകല്യം, പെട്ടെന്ന് ഒരാൾക്ക് പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകുന്നു, വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഒരു അസുഖമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിലാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് കാരണം, ഈ വൈറസ് ബാധിക്കുന്നത് കാരണം ഈ പെരുമാറ്റ വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ആശയക്കുഴപ്പമുണ്ടാകും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരു ടോട്ടൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. മറ്റൊന്ന് പെട്ടെന്ന് അർത്ഥബോധാവസ്ഥ, നമ്മൾ ബോധം കൃത്യമായിട്ട് തെളിയാതെ പകുതി ബോധമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. ബോധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ. മറ്റൊന്ന് ബോധം നഷ്ടപ്പെടൽ, ഓർക്കാപ്പുറത്ത് ബോധം കിട്ടി വീഴുക, അതേപോലെ ശരീരം തളർന്നു പോവുക, കോച്ചി പിടിക്കുക, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് കോച്ചിപ്പിടുത്തം ഉണ്ടാകുക. ഇങ്ങനെ പല തരത്തിലാണ് ഈ നെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൃത്യമായിട്ട് ഈ പനി തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമായിരിക്കും രോഗിയിൽ പ്രകടമാകുന്നത്. സാധാരണ ഒരു പനിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഈ പനി യഥാർത്ഥ പനിയാണോ, വൈറൽ ഫീവർ ആണോ, അതോ വെസ്റ്റ് നൈൽ ആണോ എന്നുള്ള കാര്യത്തിൽ വലിയ തോതിലെ ആശയക്കുഴപ്പം ഈ ബാധിക്കുന്ന ആൾക്കും ഉണ്ടാകും, ചികിത്സിക്കുന്ന ഡോക്ടർക്കും ഉണ്ടാകും, ബന്ധുക്കൾക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ അവിടെയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ഗുരുതരാവസ്ഥ നേരത്തെ പറഞ്ഞ ആ വാക്സിൻ ഇല്ലായ്മയാണ്. ഇനി ഇതെങ്ങനെയാണ് പകരുന്ന വിധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഭക്ഷണത്തിൽ കൂടി പകരുന്ന ഒരു വൈറസ് അല്ല, അതേപോലെ വെള്ളത്തിൽ കൂടി പകരുന്ന ഒരു വൈറസ് അല്ല, മറിച്ച് രക്തത്തിൽ കൂടി പകരുന്ന ഒരു വൈറസാണ്. കാരണം ഇത് കൊതുക് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് തന്നെ രക്തത്തിൽ കൂടി ആണിത് പകരുന്നത്. ഒരാൾക്ക് രക്തദാനം കൊടുക്കുക, അതേപോലെ തന്നെ മുലപ്പാലിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് പകരുക, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമാണ്. രോഗമുള്ള ഒരാളെ കടിച്ച കൊതുക് മറ്റൊരാളെ കുത്തുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി. കൊതുകുകളെ പരമാവധി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് കൊതുകുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊതുക് കടിയിൽ നിന്നും പൂർണ്ണമായി മോചനം നേടിയാൽ തീർച്ചയായും ഈ നെസ്റ്റ് നൈൽ രോഗത്തെ ഇല്ലാതാക്കാം. കാരണം കൊതുകിലൂടെയാണ് ഈ രോഗം പടരുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കൊതുക് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കൊതുകിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രതിരോധ നടപടി. പിന്നീട് ഈ അസുഖം ബാധിച്ച് ഭേദമായവരിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ദീർഘകാലമായിട്ടുള്ള ഓർമ്മക്കുറവ് ഉണ്ടാകും ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർക്ക്. പിന്നീട് കേൾവിക്കുറവ് ഇവർക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഈ രോഗം ഭേദമായവരിൽ കാണുന്നുണ്ട്. ഇത് തന്നെ രോഗം ബാധിച്ചവരും കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വളരെ റെയറായിട്ട് തന്നെ ദീർഘകാലമായിട്ടുള്ള ഓർമ്മക്കുറവ് സംഭവിച്ചേക്കാം, കേൾവിക്കുറവ് ഉണ്ടായേക്കാം, അതേപോലെ തന്നെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ രോഗകാരണമായി തന്നെ ഉണ്ടാകാം. ആ രോഗം മാറിയവരിൽ ഇത് സ്ഥിരമായി കാണുന്നുണ്ട്, എല്ലാവരിലല്ല, ചിലരിലെങ്കിലും ഇതിങ്ങനെ ഉണ്ടാകാറുണ്ട്. അത് തന്നെ രോഗത്തിന് ലക്ഷണമായി കൂടി വളരെ റെയറായിട്ട് കാണാറുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു വെസ്റ്റ് നൈൽ രോഗം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൊതുകാണ് അതിൻ്റെ കാരണം. മറ്റ് ജില്ലയിലേക്ക് പടരാതിരിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി കൈക്കൊള്ളുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.